എന്റെ പേര് ബൈജു. സ്ഥാപനം വണ്ടൂർ അമ്പലപ്പടി ജനറൽ മെറ്റൽ ഇൻഡസ്ട്രി, ലൊക്കേഷൻ വരുന്നത് അമ്പലപ്പടി. ഞാൻ ഈ മേഖലയ്ക്ക് വന്നിട്ട് 10-22 വർഷത്തോളമായി. ഞങ്ങള് ഇത് പറഞ്ഞാല് ഉള്ള ന്യൂ അപ്ഡേഷനുകൾ ചെയ്തുകൊണ്ടിരിക്കണേ ഇൻഡസ്ട്രിയൽ മേഖലയിൽ. വി ബോർഡ് കൊണ്ടുള്ള സോക്കേസുകള്, വി ബോർഡ് കൊണ്ടുള്ള ഹോം ഉണ്ടാക്കല്, മറ്റുള്ള കാര്യങ്ങള്, പിന്നെ ബോഡി വർക്ക് ആയാലും എല്ലാ വർക്കുകളും ഞങ്ങള് പുതിയ പുതിയ മോഡലിൽ ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ അപ്സ്റ്റെയറും ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് ഫ്ലോറും ചെയ്യുന്നുണ്ട്. ഡ്രസ്സിൽ എല്ലാ വർക്കും ടോട്ടൽ ബിഗ് വർക്ക് കംപ്ലീറ്റ്. സ്പെഷ്യൽ വർക്ക് എന്ന് പറഞ്ഞാല് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡ്രസ് വർക്ക് തന്നെയാണ് കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ന്യൂ അപ്ഡേഷനുകൾ, വീടുകൾ മോഡിഫിക്കേഷൻ ചെയ്യുക, അങ്ങനെയുള്ള വർക്കുകൾ, അതൊക്കെയാണ് ഞങ്ങൾ കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ചില ആൾക്കാർക്ക് അവര് എഞ്ചിനീയർമാരെ ഒരു ഡ്രോയിങ് ഇട്ട് കൊടുക്കും. അതല്ലാത്ത ആൾക്കാർക്ക് ഞങ്ങൾ തന്നെ ഡ്രോയിങ് ചെയ്താണ് ഞങ്ങൾ തന്നെ ഉണ്ടാക്കി കൊടുക്കും. ഇത് ടൈം പീരീഡ് തന്നെ പെട്ടെന്ന് ഞങ്ങൾ വി ബോർഡ് കൊണ്ടുള്ള ഒരു അപ്സ്റ്റെയർ ഉണ്ടാക്കുകയാണ്. ഞങ്ങൾ ഒരു മാസത്തെ ടൈമുള്ളാകെ ഇതാക്കണം, കംപ്ലീറ്റ് ഫുൾ പണി കഴിച്ചു കൊടുക്കും. എല്ലാ കാര്യങ്ങളും ചെയ്യും. സോക്കേസ് നമ്മളെ ഇന്റീരിയൽ ചെയ്യുന്ന സോക്കേസ് വരെ അതിൽ ചെയ്യുന്നുണ്ട്. ഇന്ന കസ്റ്റമേഴ്സ് പറഞ്ഞാല് ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ടീമാണ്. ഞാനിത് ചെയ്യാ, ഇതവിടെ ചെയ്യാ എന്ന് പറഞ്ഞാല് അത് ചെയ്ത് നോക്ക് എന്ന് പറയുന്ന ആൾക്കാരാണ് കംപ്ലീറ്റ്. അത് ചെയ്താൽ റെഡി ആവും. അത് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് കംപ്ലീറ്റ്. അത് കഴിഞ്ഞ വണ്ടിന്റെ ബോഡികൾ ഉണ്ടാക്കുന്ന പരിപാടിന്റെ ബൊലോറോ അങ്ങനെയുള്ള വണ്ടികൾക്ക് ഉള്ളിൽ ഷീറ്റ് അടിച്ച് ബോഡി ഇട്ടുന്ന ഏർപ്പാടുണ്ട്, അതും ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റീലിന്റെ സ്റ്റെയർ കേസ് കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത് കോഴിക്കോട് ഒരു ആസ്റ്റർ മിൽസ് ഹോസ്പിറ്റലിന്റെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട്. അവരെ കീഴില് ഇത്ര വണ്ടി ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അവര് ചാരിറ്റി ആയിട്ട് ചെയ്തു കൊടുക്കണം. അതിപ്പോ ഇവിടെ നമ്മളെ വടോർത്ത് ഒരാളുണ്ട്, അയാൾക്ക് പ്രദീപ് പറയുന്ന ഒരാള്, ആ പുള്ളിക്ക് ഉണ്ടാക്കിയതാണ് സംഭവം. അപ്പൊ അത് ഇങ്ങനെ ഒരു വണ്ടി വേണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അത് ഇതിങ്ങനെയാവും ഓരും വിചാരിച്ചിട്ടില്ല. അത് ഇങ്ങനെ ഇപ്പൊ അവർക്ക് ഭയങ്കര സന്തോഷമായി. ഓല് കണ്ട് വേറെയും ഒരു 3-4 വണ്ടി കൂടി ഞങ്ങൾക്ക് ഓർഡർ തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. നല്ല അഭിപ്രായങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കംപ്ലീറ്റ്. ഒരു നല്ല ഇപ്പൊ നമ്മൾ ഈ പുതിയ പുതിയ മോഡലുകൾ ചെയ്തതിന് എല്ലാത്തിനും നല്ല അഭിപ്രായങ്ങളാണ്. നല്ല അഭിപ്രായങ്ങളെ വന്നിട്ടുള്ളൂ. കോണ്ടാക്ട്സ് ഉണ്ടാക്കുന്നത് എന്ന് വെച്ചാല്, കോണ്ടാക്ട്സ് നമ്മളിപ്പോ ഇപ്പോ ഇടയ്ക്കൊരു വർക്കിന് പോയി, ആ ഇടയ്ക്കിരുന്ന് വേറെ ആൾക്കാർക്ക് ഇങ്ങനെ അതായത് മൗത്ത് പബ്ലിസിറ്റി, അഡ്വർടൈസിങ് മൗത്താണ് ആ മൗത്ത് പബ്ലിസിറ്റിയിൽ എവിടെ അല്ലേ നമുക്ക് നമ്പർ വന്നിട്ട് നമ്മൾ വിളിച്ചിട്ട് അങ്ങനെ ചെല്ല് അളവെടുത്ത് അങ്ങനെ കൊടുത്ത് അത് ക്ലിയർ ചെയ്യുന്നു. എന്റെ സ്ഥാപനത്തില് ഇപ്പോ നിലവില് 8-9 ആൾക്കാരുണ്ട്. അത് കൊല്ലങ്ങളോളായിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പൊ പുതിയ ആൾക്കാരൊന്നല്ല, ഒരുപാട് കൊല്ലം, ഒരു 10 വർഷം 12 വർഷം പഴക്കമുള്ള ആൾക്കാരുകളാണ് കംപ്ലീറ്റ്. അങ്ങനെ ഇതിന് ഒരു ഇതുണ്ടെന്ന് അറിയാൻ കാരണം എന്താ വെച്ചാല്, വി ബോർഡിന്റെ ഒക്കെ വർക്ക് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണത് എന്താ വെച്ചാല്, പണ്ട് ഇവിടെ സിംഗിൾസ് അടിക്കുന്ന പരിപാടി ഇല്ലായിരുന്നു. ഇവിടെ ഫസ്റ്റ് സിംഗിൾസ് അടിക്കുന്നത് ഞങ്ങളാണ്. ഇവിടെ ഉളിക്കലോടി അറിയുന്ന ഒരു നജീബ് സാർ അറിയുന്ന മൂപ്പര വീടിന്റെ മേലെ അങ്ങനെ ഈ വി ബോർഡിലെല്ലാം ചെയ്തെടുക്കാം എന്ന് ആ വി ബോർഡിന്റെ കമ്പനിക്കാർ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോ ഞങ്ങൾ ഇങ്ങനെ ചെയ്തു നോക്കി. അത് ചെയ്തു നോക്കാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്തു. കസ്റ്റമേഴ്സ് ആയാലും നിങ്ങൾ എന്റെ കൂടി ചെയ്തു പറഞ്ഞിട്ട് അങ്ങനെ ചെയ്ത് അത് കംഫർട്ട് ആയതാണ് കംപ്ലീറ്റ്. അങ്ങനെ ഇത് വരാനുള്ള കാരണം എന്താ വെച്ചാല്, എനിക്ക് കുറച്ച് ഫ്രണ്ട്സുകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒരു മോഡേൺ ആയിട്ടുള്ള വർക്കുകളോട് താല്പര്യമുള്ള കൂട്ടത്തിലുള്ള ആളുകളാണ് അവര്. ഒരു വീടിനുള്ള പോലെ തന്നെ അത് വേണ്ട, വേറൊരു ടൈപ്പ് വേണം എന്നുള്ള ആഗ്രഹക്കാരാണ്. അപ്പൊ അവരെ കാരണത്താൽ അവരെ സപ്പോർട്ട് കാരണം അവര് ഇത് ചെയ്തു നോക്കി, എന്റെ വീട്ടിലൊന്നും ചെയ്തു നോക്കാൻ പറ്റുമോ എന്ന് പറയുമ്പോൾ അത് ചെയ്തു നോക്കി. അങ്ങനെ മാറി പോകും. ബിസിനസ് മാറ്റി നിർത്തി കഴിഞ്ഞാല് ഇല്ല പ്രവർത്തനം പറഞ്ഞാൽ കുറച്ചൊക്കെ ചാരിറ്റി ഉണ്ട്. പിന്നെ അങ്ങനെയല്ല, വേറെ പ്രത്യേകിച്ചൊരു ഇതൊന്നുമില്ല. കാര്യമായിട്ട് ഇത് തന്നെയാണ് നമ്മളെ ക്യാൻവാസിങ് അസോസിയേഷൻ ഉണ്ട്. അസോസിയേഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. വണ്ടൂര് അസോസിയേഷനിൽ ജോയിന്റ് സെക്രട്ടറിയാണ് ഞാൻ. നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല കോമ്പറ്റീഷൻ ആണ്. നല്ല കോമ്പറ്റീഷൻ പറഞ്ഞാല് നമുക്ക് പിടിച്ചിക്കാൻ കഴിയാത്ത കോമ്പറ്റീഷനുകൾ നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ ഞാൻ ഇതുവരെ പങ്കെടുത്തിട്ടില്ല. ആ കോമ്പറ്റീഷനോട് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് അങ്ങനെ പങ്കെടുക്കേണ്ട ഒരു അവസ്ഥ ഇതുവരെ വന്നിട്ടില്ല. ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. പല ആൾക്കാരും കോമ്പറ്റീഷൻ കാരണം ഈ മേഖല കൂട്ടിപ്പോയ ചരിത്രങ്ങളുണ്ട്. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. ഞങ്ങളിപ്പോ പട്ടാമ്പി, എടക്കര, നിലമ്പൂര് അങ്ങനെയുള്ള ഭാഗം, മഞ്ചേരി അങ്ങനെയുള്ള ഭാഗങ്ങൾ ഒക്കെ ചെയ്യുന്നുണ്ട്. ടോട്ടൽ ഇപ്പൊ ഇവിടെ ഒരുപാട് ഗൂഡല്ലൂർ വരെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഡ്രീം എന്ന് പറഞ്ഞാല് ബിസിനസ് എങ്ങനെ ഡെവലപ്മെന്റ് ചെയ്യണം, അത് എങ്ങനെ മുന്നോട്ട് പോകാം, എത്ര പൊന്തിക്കാം എന്നുള്ളത്, അതൊക്കെ തന്നെയാണ് ഡ്രീം ആയിട്ട് ഇപ്പൊ നിലവിലുള്ളത്. വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു വലിയൊരു ബിഗ് ഹില്ലിൽ കാരണം എന്നുള്ള ഒരു ആഗ്രഹമൊന്നുമില്ല.
പുതിയ പുതിയ മെറ്റീരിയൽ പറഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ അതില് കംഫർട്ട് പറയാൻ പാടുള്ളൂ. എന്ത് സാധനമായാലും നമ്മൾ പുതിയൊരു ഷീറ്റ് ഇറങ്ങി അത് നമ്മൾ അടിച്ചതിന് ശേഷം നമുക്ക് പറയാൻ പറ്റുള്ളൂ. അവർ പറയുന്നത് 15 കൊല്ലം ഗ്യാരണ്ടി 30 കൊല്ലം ഗ്യാരണ്ടി പറഞ്ഞത് ഞാൻ പിന്നെ അത് തുരുമ്പാവോ ഇല്ലെന്ന് നമ്മൾ അറിയണേ. നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ഞാൻ അതിന് ഗ്യാരണ്ടി കൊടുക്കലുള്ളൂ. എന്ത് സാധനമാണെങ്കിലും ഇന്നത് ഇത്ര ഇതിൽ വെക്കാം അങ്ങനെ വെക്കാം എന്ന് പറയുന്ന സാധനം ഒന്നും ഞാൻ ഉപയോഗിച്ചതിന് ശേഷം ഞാൻ ഒരാളോട് പറയുള്ളൂ അത് നല്ല സാധനമാണ്, നല്ലതാണ്, വെക്കാൻ പറ്റില്ലെന്ന് പറയുള്ളൂ. വിജയം ഇവിടുത്തെ വണ്ടൂരിലെ ജനങ്ങൾ തന്നെയാണ് എന്നെ വിജയിപ്പിച്ചത് എല്ലാ കാര്യം കൊണ്ടും. വണ്ടൂരിലെ നല്ല എന്റെ കസ്റ്റമേഴ്സാണ് എന്നെ വിജയിപ്പിച്ചത്. ഓരോ കാര്യത്തിലും അവര് എല്ലാ വലിയ വലിയ വർക്ക് തന്നിട്ടും വലിയ വർക്ക് ചെയ്തു നോക്കാൻ പറഞ്ഞിട്ടും അത് ചെയ്തു നോക്കാം ഇത് ചെയ്തു നോക്കാൻ പറഞ്ഞിട്ട് അവരെന്നെയാണ് എന്റെ വിജയത്തിന്റെ പിന്നിൽ കംപ്ലീറ്റ് ഇവിടെ ഉള്ള ആൾക്കാർ തന്നെ. ഫാമിലിയില് എനിക്ക് ഭാര്യ ഉണ്ട്, 2 മക്കളുണ്ട്, അമ്മ ഉണ്ട്, ഏട്ടന്മാരുണ്ട്. പക്ഷെ 4 ഏട്ടന്മാരുണ്ട്. ഗ്യാരണ്ടി പീരീഡ് നമ്മൾ എടുക്കുന്ന സാധനത്തിന് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കും. ഏത് വർക്കാണെങ്കിലും നമ്മൾ അതിന് എത്ര കൊല്ലം വെച്ചാൽ അതിന്റെ ഗ്യാരണ്ടി നമ്മൾ കൊടുക്കും. ഇതിന് സാധാ വീട് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ഇതിന് ഒരു ഇതില്ലത് എന്താ വെച്ചാൽ ടാക്സ് കമ്മിയുണ്ട്, പോർട്ടബിൾ ആവുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഏത് ടൈമിനും ഈ സാധനം മാറ്റിയെടുക്കാം. ഇന്നിപ്പോ അവിടെ ഒരു ഇത് വേണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഹാളാ വേണ്ട വെച്ചാൽ അവിടെ ഹാളാക്കി മാറ്റിയെടുക്കാം. ഒക്കത്തിനും ഒരു വെൽഡിങ്ങാരൻ മാത്രം മതി. അത് 2 ദിവസം 3 ദിവസം കൊണ്ട് അത് ഹാളാക്കി മാറ്റാം, ആളെല്ലാം റൂമാക്കി മാറ്റാം. ഇപ്പുറത്തെ വേണ്ടത് വെച്ചാല് അത് അങ്ങോട്ടാക്കി മാറ്റാം ഇങ്ങോട്ടാക്കി മാറ്റാം. അതൊക്കെ പെട്ടെന്ന് പരിപാടി. പിന്നെ വേസ്റ്റ് ഇത് പൊളിച്ച് കളയാണെങ്കിൽ വേസ്റ്റ് എവിടെയും കൊണ്ടുവരേണ്ട കാര്യമില്ല. അത് അതേപോലെ തന്നെ വിൽക്കാൻ പറ്റും. ഇരുമ്പും കാര്യങ്ങൾക്കൊക്കെ ഓരോ ദിവസം കഴിയുന്നതോറും വില കൂടിയേ വരുന്നുണ്ട്. എഞ്ചിനീയർ വർക്ക് ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് കസ്റ്റമേഴ്സിന്റെ വർക്ക് ചെയ്യുന്നുണ്ട്. എഞ്ചിനീയേഴ്സ് 2-3-4 എഞ്ചിനീയേഴ്സ് ഉണ്ട്, അവരെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ പുറത്ത് നമ്മളെ കസ്റ്റമേഴ്സിന്റെ വർക്കുകൾ വേറെ ഉണ്ട്. സപ്പോർട്ട് പറഞ്ഞാല് കുഴപ്പമില്ല, സപ്പോർട്ടൊക്കെ ഉണ്ട്, കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ. പുതിയതായിട്ട് ഈ ബിസിനസ്സിക്ക് വരുന്ന ആൾക്കാരോട് പറയാനുള്ളത് റേറ്റ് കമ്മിയാക്കിയിട്ട് വർക്ക് എടുത്തിട്ട് കാര്യമില്ല. ആ വർക്ക് കഴിയുമ്പോഴേക്ക് ആ വർക്കിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ പോലും എടുക്കാനുള്ള കപ്പാസിറ്റി വരില്ല. അപ്പൊ എന്തായിട്ടും ലോക്കൽ സാധനം കൊണ്ടുപോയി വെച്ചിട്ട് പിന്നെ അത് ഫില്ല് ചെയ്യുക. അത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് 2-3 വർഷം കൊണ്ട് ആ സാധനം ആകെ നിർമ്മിച്ചില്ലെങ്കിൽ വേറെ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടായിട്ട് അത് അങ്ങനെ തീരുമാനമാകുക. അപ്പൊ നല്ലൊരു കാര്യത്തില് നല്ല റേറ്റ് ഇട്ട് നല്ല മെറ്റീരിയൽ വെച്ചിട്ട് നല്ല കാര്യങ്ങൾ നല്ല ഭംഗിയിൽ ചെയ്തു കൊടുക്കാൻ തുടങ്ങുക. അപ്പൊ നല്ല കസ്റ്റമർ ഉണ്ടാവും, നല്ല ബിസിനസ് നല്ല അടിപൊളിയായിട്ട് നടക്കും, ഒരു കുഴപ്പമുണ്ടാവില്ല. വെല്ലുവിളിയായിട്ട് ഞങ്ങൾ ഒരു 25,000 സ്ക്വയർ ഫീറ്റിന്റെ ഒരു വർക്ക് ചെയ്തു. അത് ഇവിടെ ഷാപ്പിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 25,000 സ്ക്വയർ ഫീറ്റോളം വരുന്നുണ്ട്. അത് ഷീറ്റ് വർക്ക് വലിയൊരു ഗോഡൌൺ ആയിരുന്നു. അതൊരു വെല്ലുവിളി തന്നെയാണ്. വലിയ അത് ഹൈറ്റ് തന്നെ സൈഡിലുള്ള ഹൈറ്റ് തന്നെ വരുന്നുണ്ട് ഒരു 30 അടിയോളം. അപ്പൊ സെന്ററത്തെ ഹൈറ്റ് ഇതിലേറെ കുറച്ചും കൂടി ഉണ്ടാവും, 40 ജില്ലറായിട്ടുണ്ട് സെന്റർ കൊണ്ടുള്ള ഹൈറ്റ്. അപ്പൊ അതൊരു വെല്ലുവിളി തന്നെയാണ്, നല്ല ടാസ്ക് പിടിച്ച പരിപാടിയായിരുന്നു. ഈ ലൊക്കേഷൻ വരുന്നത് വണ്ടൂരിന്ന് നിലമ്പൂർ റോഡ് ഊട്ടി റോഡ് പിടിച്ചു കഴിഞ്ഞാല് ഒരു 2 കിലോമീറ്റർ അമ്പലപ്പടി പറയുന്ന സ്ഥലമാണ് നമ്മളെ ലൊക്കേഷൻ. അമ്പലം കഴിഞ്ഞ് ഫസ്റ്റ് റൈറ്റില് ജനറൽ ഇൻഡസ്ട്രിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതന്നെ നമ്മളെ ലൊക്കേഷൻ ഇവിടെ തന്നെ.